സംഗീതത്തിന്റെ രാജാവാണ്. അയാൾ തന്ന വെളിച്ചമാണ് നിങ്ങളെ എൻ്റെ മുന്നിൽ എത്തിച്ച ദ റിഥം ഓഫ് ലവ്. അവിടെ ഇന്റൻസിഫൈഡ് ആകുന്ന പശ്ചാത്തല സംഗീതം പ്രേക്ഷകനെ സ്വാഗതം ചെയ്തത് മലയാള സിനിമ അതിനു മുൻപോ ശേഷമോ കണ്ടിട്ടില്ലാത്ത ഒരു ക്ലാസിക് മ്യൂസിക്കൽ ത്രില്ലറിലേക്കാണ്. താരപ്രഭാവത്തിനു മുകളിൽ വിദ്യാസാഗർ എന്ന മാന്ത്രികന്റെ മായാജാലങ്ങളും സിബി മലയിലിന്റെ സംവിധാന ശൈലിയും വാഴ്ത്തപ്പെട്ട ചിത്രം. രഘുനാഥ് പലേരിയുടെ തൂലികയിൽ തെളിഞ്ഞ കാലം അടയാളപ്പെടുത്തിയ ഒരു പ്രണയകാവ്യം ദേവദൂതൻ. മോഹൻലാൽ എന്ന നടന്റെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കാൻ ഒരു തലമുറ മാറ്റം വേണ്ടി വന്നു എന്നത് ഖേദകരമായിരുന്നു. എങ്കിലും ആ സപ്തമണികളുടെ മിടിപ്പിനു വേണ്ടി പ്രേക്ഷകർ കാത്തിരുന്നത് ഹൃദയം കൊണ്ടാണ്. TV ചാനലുകളിലൂടെയും പിന്നീട് യൂട്യൂബിലൂടെയുമാണ് ദേവദൂതൻ എന്ന ചിത്രത്തെ ലോകം ഏറ്റെടുത്തത്. കാലത്തിനൊത്തുമാറുന്ന ശബ്ദ ദൃശ്യ മികവുകളോടെ ദേവദൂതനും പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. റിലീസുകൾക്ക് തിക്കും തിരക്കും കൂട്ടി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന മലയാളികളുടെ സിനിമാ പ്രേമത്തിനു മുന്നിൽ സംഗീതത്തിന്റെയും പ്രണയത്തിന്റെയും ദേവദൂതൻ പറന്നിറങ്ങിയിരിക്കുകയാണ്. എന്താണ് പുതിയ ദേവദൂതന് പറയാനുള്ളത്? എന്തിനാണ് ഈ ചിത്രം റീമാസ്റ്റർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് നടക്കുന്നത്? കൗതുകമുണർത്തുന്ന സിനിമാ കാഴ്ചകളിലേക്ക്. എന്തരോ മഹാനുഭാവരു എന്ന സംഗീതത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അതിനിടയിലൂടെ വിശാൽ കൃഷ്ണമൂർത്തി സ്വയം കണ്ടെത്താൻ നടത്തുന്ന ഒരു യാത്രയാണ് ദേവദൂതൻ. യൂട്യൂബിൽ ആവർത്തിച്ച് ഈ ഭാഗങ്ങൾ കാണുമ്പോഴും അതിനിടയിലൂടെ ഒരു കരകരപ്പ് കേൾക്കാം. ദൃശ്യങ്ങളിൽ മഞ്ഞ നിറം കൂടിയിരിക്കുന്നത് പോലെ തോന്നിയിരിക്കാം. രാത്രിക്കും ഇരുട്ടിനും ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിലെ പല രംഗങ്ങളും അത്ര വ്യക്തമല്ലാതെയാണ് കാണാനും കഴിയുക. ഡയലോഗുകളിൽ ലയിച്ചിരിക്കുന്ന സംഗീതം പ്രേക്ഷകന് കൃത്യമായി ആസ്വദിക്കാനാവാതെ വരുന്നതും ചിത്രത്തിന്റെ പോരായ്മകളായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് 4K 7.1 ഡോൾബി അറ്റ്മോസ് ക്വാളിറ്റിയോടെ ചിത്രം എത്തിയിരിക്കുന്നത്. അത് ദൃശ്യത്തെക്കാൾ സ്വാധീനിച്ചിരിക്കുന്നത് സംഗീതത്തെയാണ്. മോണോ അല്ലെങ്കിൽ സ്റ്റീരിയോ ട്രാക്കുകളിൽ റിലീസ് ചെയ്ത സിനിമ വീണ്ടും എത്തുന്നത് 7 സറൗണ്ടിംഗ് സ്പീക്കറുകളുടെയും ഒരു സെന്റർ സ്പീക്കറിന്റെയും സഹായത്തോടെയാണ്. 2 മണിക്കൂർ 16 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ പശ്ചാത്തല സംഗീതം അതോടെ ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ റീമാസ്റ്റർ ചെയ്യുന്നത്? ഉത്തരം ദേവദൂതനിൽ തന്നെയുണ്ട്. ഒരിക്കലെങ്കിലും ഈ സിനിമ തിയേറ്ററിൽ കാണണമെന്നത് പലരുടെയും സ്വപ്നമായിരിക്കും. ഇത് സാധ്യമാക്കുക എന്നത് ഒരു കാര്യം. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സിനിമയെ ഡോക്യുമെന്റ് ചെയ്യുക എന്നത് തന്നെയാണ്. ഫിലിമുകൾക്ക് പലപ്പോഴും അധികം ആയുസ് ഉണ്ടാകാറില്ല. നൈട്രജൻ ലൈൻ ഉപയോഗിച്ചുള്ള ഈ റീലുകൾക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത്തരം കെമിക്കൽ റിയാക്ഷൻ മൂലം സംഭവിക്കുന്ന കേടുപാടിനെ വിനെഗർ സിൻഡ്രോം അഥവാ അസറ്റേറ്റ് ഫിലിം ബേസ്ഡ് ഡീഗ്രഡേഷൻ എന്നാണ് വിളിക്കുന്നത്. വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഫിലിമുകളുടെ കാര്യമാണിത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ റീലുകൾ സൂക്ഷിക്കുന്ന സംവിധാനങ്ങൾ പരിമിതമാണ്. സിനിമയുടെ സംവിധായകനോ നിർമ്മാതാവോ സൂക്ഷിക്കുന്ന റീലുകളാണ് പിന്നീട് റീമാസ്റ്ററിങ്ങിന് ഉപയോഗിക്കുന്നത്. പലതും കൈമോശം വന്നു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള പരിഹാരം കൂടിയാണ് ഡിജിറ്റൽ കോപ്പികൾ. കാലങ്ങളോളം സൂക്ഷിക്കാനും പിന്നീട് വരുന്ന ടെക്നിക്കൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താനും ഇതിൽ സാധിക്കും. എങ്ങനെയാണ് ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്യുന്നത്? പഴയ സിനിമകൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഫിലിമുകളിലാണ്. ഡിജിറ്റലിൽ ചിത്രീകരിക്കുന്നതിനേക്കാൾ ക്വാളിറ്റിയാണ് ഫിലിമിൽ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾക്ക്. 8K റെസൊല്യൂഷനോളമാണ് അതിന്റെ ക്വാളിറ്റി. എന്നാൽ അത്രയും ഹൈ റെസൊല്യൂഷനുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ അന്ന് നമുക്കുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഓപ്പൻഹൈമർ എന്ന ചിത്രം നോളൻ ചിത്രീകരിച്ചതും റിലീസിനെത്തിച്ചതും ഫിലിമിലാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥ ക്വാളിറ്റിയിൽ പ്രദർശിപ്പിക്കാനുള്ള സംവിധാനം അപ്പോഴേക്കും ലോകത്തുണ്ടായി. പഴയ ചിത്രങ്ങളുടെ ഫിലിമുകളിലും ഇപ്പോൾ ഡിജിറ്റലിൽ ചിത്രീകരിക്കുന്ന സിനിമകളുടെ അതേ ക്വാളിറ്റിയോ അതിൽ കൂടുതലോ ഉള്ള ദൃശ്യങ്ങളാണ് ഉണ്ടാവുക. കൂടാതെ ഡിജിറ്റൽ കോപ്പി എൻലാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോലുള്ള പൊട്ടലുകളും അതിലുണ്ടാവില്ല. എന്നാൽ ഈ ഫിലിമുകളുടെ നെഗറ്റീവ് കോപ്പികൾ ഡിജിറ്റലായി സ്കാൻ ചെയ്യുക പ്രയാസമാണ്. റീമാസ്റ്ററിംഗിലെ ആദ്യ ഘട്ടവും അതാണ്. സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്ന നെഗറ്റീവ് ഫിലിം പ്രത്യേക സ്കാനർ വഴി കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എത്തിക്കുക. എന്നാൽ അതിൽ ഡാമേജുകളും സ്ക്രാച്ചുകളും ഉണ്ടാവും. പൊട്ടിപ്പോയ ഫിലിമുകൾ കൂട്ടി ഒട്ടിച്ചും പുതിയ ടേപ്പുകൾ കൂട്ടിച്ചേർത്തും മാറ്റം വരുത്തിയ പുതിയ നെഗറ്റീവ് ലിക്വിഡ് ബാത്തിങ് എന്ന പ്രോസസ്സിലൂടെ കടത്തിവിടും. ഒരു പ്രത്യേക ലായനിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ബാത്തിങ്ങിലൂടെ സ്ക്രാച്ചുകൾ പരിഹരിച്ച ശേഷം പ്രത്യേക സ്കാനർ മെഷീനിലൂടെ ഈ ഫിലിമുകൾ ഡിജിറ്റലായി കോപ്പി ചെയ്യും. ഓരോ ഫ്രെയിമുകളായാണ് ഇത് സേവ് ചെയ്യുന്നത്. അതായത് ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം വീതം 2 മണിക്കൂർ 16 മിനിറ്റുള്ള ചിത്രത്തിൽ ചുരുങ്ങിയത് 2,12,160 ഫ്രെയിമുകൾ. അത്രയും ഫ്രെയിമുകൾ പ്രത്യേകം സേവ് ചെയ്ത് ഓരോന്നും പരിശോധിച്ച് അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഫോട്ടോഷോപ്പിലൊക്കെ സാധാരണയായി ചെയ്തു വരുന്ന എറേസിംഗ്, ക്ലോണിംഗ് രീതികളാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്.
ഇതിനു ശേഷമാണ് ഓഡിയോ കറക്ഷൻ നടക്കുക. ഇതിനായി പൂർണ്ണമായും പഴയ ഓഡിയോ മാറ്റി പുതിയത് ആഡ് ചെയ്യേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അനലോഗ് രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പഴയ ഓഡിയോയിൽ ധാരാളം നോയ്സുകൾ ഉണ്ടാവും. അത് പരിഹരിച്ച് പുതിയ ശബ്ദങ്ങൾ ആഡ് ചെയ്യണം. ഇത് ഡോൾബി 7.1 സിസ്റ്റത്തിന് അനുയോജ്യമായിരിക്കുകയും വേണം. എന്നാൽ ഡയലോഗുകൾ അതേപോലെ നിലനിർത്തും. അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. യൂണിവേഴ്സൽ സിനിമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 2012 നടത്തിയ പ്രദർശനങ്ങളിലാണ് ഇത്തരം റീമാസ്റ്ററിംഗ് രീതികളുടെ ഒരു അത്ഭുതം ലോകം ആദ്യമായി ശ്രദ്ധിച്ചത്. സ്റ്റീവൻ സ്പീൽബർഗ് ചിത്രം ജോസ് റീമാസ്റ്ററിംഗ് ചെയ്ത് പുറത്തിറക്കി. ശബ്ദമിശ്രണങ്ങളിൽ പോലും മാറ്റം വരുത്തിയ പുത്തൻ സിനിമയായാണ് 1975 ജോസ് 2012 പ്രദർശനത്തിനെത്തിയത്. അതോടെ ചിത്രങ്ങളുടെ റിലീസുകളും വ്യാപകമാകാൻ തുടങ്ങി. ഗോഡ് ഫാദറും ടൈറ്റാനിക്കും കാസാബ്ലാങ്കയും സൈക്കോയും ഒക്കെ റീമാസ്റ്റർ ചെയ്ത് പുറത്തിറക്കി. മലയാളത്തിലും ഈ ട്രെൻഡ് തുടർന്നു. കഴിഞ്ഞ വർഷം റിലീസിനെത്തിയ സ്ഫടികത്തിന് അത്ര വലിയ അലയൊലി ഉണ്ടാക്കാനായില്ലെങ്കിലും വീണ്ടും ആടുതോമയെ തിയേറ്ററിൽ കാണാൻ പ്രേക്ഷകരെത്തി. തിരുവനന്തപുരത്ത് നടത്തിയ മണിച്ചിത്രത്താഴിന്റെയും തനിയാവർത്തനത്തിന്റെയും പ്രദർശനത്തിനെത്തിയ ആൾക്കൂട്ടം ദേവദൂതനും പ്രതീക്ഷ നൽകുന്നു. സംഗീതത്തിന്റെ ആ രാജകുമാരനെയും അയാൾക്കായി പ്രണയം വച്ചാതെ കാത്തിരിക്കുന്ന അലീനയെയും കാണാൻ, സപ്തസ്വരമണികളുടെ നാദം കേൾക്കാൻ, അതിലൂടെ അലയുന്ന വിശാൽ കൃഷ്ണമൂർത്തി എന്ന സംഗീതജ്ഞനെയും അയാളുടെ അജ്ഞാത അനുഭവങ്ങളെയും അറിയാനും മലയാളി വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ്.